ഹായ് ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആന്തൂറിയം ലക്ഷൂറിയൻസ് പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വില ഉൾപ്പെടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡയറക്റ്റ് നിങ്ങൾക്ക് കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചിട്ട് എൻക്വയറീസ് നടത്താവുന്നതാണ്. നമ്മൾ കൊറിയർ വഴിയാണ് പ്ലാൻസ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാൻസും ഞാൻ കാണിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൈസും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ആ ഒരു ഫീൽഡിൽ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളതായിരുന്നു ഫോളിയേജ് ആന്തൂറിയംസ്, അല്ലെങ്കിൽ ആന്തൂറിയം വിഭാഗത്തിൽപ്പെട്ട ഇലച്ചെടികൾ. അപ്പോൾ അതിൻ്റെ ലീഫാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. എൻ്റെ ഒരു ചെറിയൊരു ഹോം ഗാർഡനാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഹോം ഗാർഡനും പിന്നെ അതിൻ്റെ മേക്ക് ഓവറും എല്ലാം ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആക്കിയിട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്നതാണ് ആന്തൂറിയം ലക്ഷൂറിയൻസ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു 3-4 ചെടികൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് സെയിലിനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സെയിൽ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉള്ള കുറച്ച് ടിപ്സ് കൂടി ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ഫോളിയേജ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സോട്ടിക് പ്ലാന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ വന്നു തുടങ്ങിയത്. ഈ പ്ലാന്റ്സിനൊക്കെ ഇപ്പോൾ ഒരു 3-5 വർഷം ആയി എങ്കിൽ പോലും ഇപ്പോഴും ഒരുപാട് ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്. എൻ്റെ കയ്യിൽ അധികം പ്ലാന്റ്സ് അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോഴാണ് ഒരു 5-6 മാസം ഞാൻ പ്ലാന്റ് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരുന്ന ഒരു പ്ലാന്റാണ് ലക്ഷൂറിയൻസ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാന്റ്സ്, അതായത് ഒരു 3-4 പ്ലാന്റ്സ് മാത്രം ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ രീതിയിലുള്ള പരിചരണം മാത്രം മതിയാകും ഈ ഒരു പ്ലാന്റ്സിന്. അത്യാവശ്യം കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ പ്ലാന്റിനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഇത് മാത്രം മതിയാകും ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ല തണലിൽ വേണം നമ്മൾ ഈ പ്ലാന്റ് സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ ഇതിന് മാസത്തിലൊരിക്കലൊക്കെ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ബാസാക്കട്ട കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി കൊടുക്കാവുന്നതാണ്. കൂടുതലായിട്ടുള്ള വളപ്രയോഗങ്ങളുടെ ആവശ്യമൊന്നും ഇതിന് ആവശ്യമായിട്ടില്ല. കാരണം ഇത് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് നന്നായിട്ട് വളരുക. നമ്മുടെ കേരളത്തിലിപ്പോൾ പൊതുവേ നല്ല ഹ്യൂമിഡിറ്റി ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ പ്ലാന്റ് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇതിന് വലുതായിട്ടുള്ള കെയറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നല്ല സൂര്യപ്രകാശം ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ പ്ലാന്റിന് ഒരു പൊസിഷൻ കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു നേരം നനച്ചു കൊടുക്കുക. ചട്ടിയിൽ വെള്ളം നിന്ന് വേര് ചീഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അധികം അതിൻ്റെ ലീഫിന് തണ്ടിന് അധികം കുറച്ചൊന്ന് നമ്മളൊരു കമ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. വേര് പിടിച്ചൊക്കെ വരുന്നത് വരേക്കും സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി കാണിക്കാൻ പോകുന്നത് സെയിലിന് എൻ്റെ കയ്യിൽ റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളാണ് കാണിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. കൊറിയർ വഴിയിട്ടാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം.
ഇതാണ് ആദ്യത്തെ പ്ലാന്റ്. ഇതിനൊരു 4 ഇലകളുള്ള ഒരു അത്യാവശ്യം നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് നമ്മുടെ ഒറിജിനലായിട്ടുള്ള അതിൻ്റെ നോഡിൽ നിന്നും മുളച്ചു വന്നിട്ടുള്ള നല്ല അടിപൊളിയൊരു പ്ലാന്റാണ്. നല്ല റൂട്ടഡൊക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3500 രൂപയാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ കേരളത്തിൽ ഏത് സ്ഥലത്തേക്കും കൊറിയറായിട്ടാണ് അയച്ചു കൊടുക്കുക. അടുത്തത് ഒരു ഡാർക്ക് വെറൈറ്റിയാണ്. 2 ലീഫുള്ളൊരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഡാർക്ക് വെറൈറ്റി ലക്ഷൂറിയസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2500 ആണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് 2500. അടുത്തത് പ്ലാന്റ് നമ്പർ 3 ആണ്. ഇത് ലക്ഷൂറിയൻസിൻ്റെ അത്യാവശ്യം ഇച്ചിരി ലീഫൊക്കെ ഇത്തിരി നല്ല വലുതായിട്ടുള്ള ഒരു പ്ലാന്റാണ്. നല്ല റൂട്ട്സൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസും 2500 ആണ്. ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് 2500. അടുത്തത് ഒരു ചെറിയൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 2000 ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയൊരു ലീഫൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ മഴ സമയമായപ്പോഴേക്കും പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ലീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും പ്ലാന്റ്സ് ആണ്, ഈ 4 പ്ലാന്റ്സ് ആണ് എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. എക്സോട്ടിക് പ്ലാന്റ്സ് ഇത് മാത്രമല്ല ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസും വില ഉൾപ്പെടെ മാത്രമായിരിക്കും നമ്മൾ ഇനി തൊട്ട് വീഡിയോസ് ഇടുന്നത്. അത് ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ മാനിച്ചും പിന്നെ എനിക്കും കുറച്ച് എളുപ്പമായിരിക്കും. ചോദിക്കുന്നവരോട് എപ്പോഴും പ്രൈസ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോസിലൊക്കെ വില ഉൾപ്പെടെ ആയിരിക്കും ഇടുക. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പ് അയക്കാവുന്നതാണ്. നമ്മൾ എല്ലായിടത്തേക്കും കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.